ആത്മീയ ജീവിതത്തിൽ ഒരു അഭിഷേകം വേണം, ഒരു വളർച്ച ആഗ്രഹിക്കുന്നുവെങ്കിൽ, ആത്മാവിൽ വളരുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ നമ്മൾ ചെയ്യേണ്ട ഏതാനും കാര്യങ്ങൾ ചെറുതായിട്ടൊന്ന് പറയുകയാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് വ്യക്തിപരമായിട്ട് നമ്മൾ പ്രാർത്ഥിക്കുക. ദൈവസന്നിധിയിൽ എല്ലാ ദിവസവും വ്യക്തിപരമായിട്ട് നമ്മൾ പ്രാർത്ഥിക്കണം. അത് നമുക്ക് എത്രമാത്രം സമയം കിട്ടുമോ, ഞാൻ അങ്ങനെയാ പറയുന്നത്, ഇഷ്ടം പോലെ സമയം കിട്ടുന്നവർ ഇഷ്ടം പോലെ സമയം എടുത്ത് പ്രാർത്ഥിക്കുക. ഒരു ദിവസം 1 മണിക്കൂറോ 1 മണിക്കൂറോ അതിൽ കൂടുതൽ കിട്ടുന്നുണ്ട്, അങ്ങനെയൊക്കെ പ്രാർത്ഥിച്ചുകൊള്ളുക. അവരെ കൂട്ടായ്മ പ്രാർത്ഥനകളൊക്കെ നമ്മൾ കൂടുതലായിട്ട് പങ്കെടുക്കാം. ഇനി ഏറ്റവും പ്രധാനപ്പെട്ടത് വിശുദ്ധ കുർബാനയിലുള്ള ആഴമായ സ്വീകരണമാണ്. നമ്മെ ആത്മീയ ജീവിതത്തിൽ വളർത്തുന്ന ഏറ്റവും കാതലായ ശക്തി കേന്ദ്രം എന്ന് പറയുന്നത് ദിവ്യകാരുണ്യമാണ്. ആ ദിവ്യകാരുണ്യ ഈശോയിൽ കേന്ദ്രീകരിക്കപ്പെട്ട ഒരു ആത്മീയ ജീവിതമാണ് നമുക്കെല്ലാവർക്കും ഉണ്ടാവേണ്ടത്. ദിവ്യകാരുണ്യ ഈശോ എന്ന് പറയുമ്പോൾ നമ്മുടെ ഹൃദയം സ്നേഹം കൊണ്ട് തുടിക്കുന്ന ഒരനുഭവം നമുക്കുണ്ടാവണം. യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം മുഴുവൻ തന്നെ വിശുദ്ധ കുർബാനയെ കുറിച്ച് യേശു പഠിപ്പിക്കുക. യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായത്തിൽ 53-ാമത്തെ വചനം ഇങ്ങനെയാണ് പറയുന്നത്: നിങ്ങൾ മനുഷ്യപുത്രന്റെ ശരീരം ഭക്ഷിക്കുകയും അവന്റെ രക്തം പാനം ചെയ്യുകയും ചെയ്തില്ല എങ്കിൽ നിങ്ങൾക്ക് ജീവൻ ഉണ്ടായിരിക്കത്തില്ല. നിങ്ങൾ മനുഷ്യപുത്രന്റെ ശരീരം ഭക്ഷിക്കണം, അവന്റെ രക്തം പാനം ചെയ്യണം, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ജീവൻ ഉണ്ടായിരിക്കത്തില്ല. ആ ജീവൻ ദൈവത്തിന്റെ ജീവനാണ്. ദൈവിക ജീവൻ നമുക്ക് ലഭിക്കണമെങ്കിൽ നമ്മൾ യേശുവിന്റെ ശരീര രക്തങ്ങള് ഭക്ഷിക്കണം, പാനം ചെയ്യണം. ഹല്ലേലൂയ! എല്ലാവരും ചേർന്ന് ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി. യേശുവിന്റെ ശരീരരക്തങ്ങള് എത്രമാത്രം യോഗ്യതയില്, എത്രമാത്രം വിശുദ്ധിയിൽ സ്വീകരിക്കാൻ സാധിക്കുമോ അങ്ങനെ നമ്മൾ സ്വീകരിക്കാനായിട്ട് നമ്മുടെ മനസ്സിനെ ഒരുക്കേണ്ടിയിരിക്കുന്നു. അന്ത്യ അത്താഴ സമയത്ത് യൂദാസ് അപ്പം സ്വീകരിച്ചു. യൂദാസ് അപ്പം സ്വീകരിച്ചു, സാത്താൻ അവനിൽ പ്രവേശിച്ചു എന്നാ പറയുന്നത്. യോഗ്യതയില്ലാതെ വിശുദ്ധ കുർബാന സ്വീകരിക്കുന്നവർ ഓർക്കുക, യേശുവിന്റെ ജീവനോ യേശുവിന്റെ സാന്നിധ്യമോ നമ്മിലേക്ക് വരത്തില്ല. ഞങ്ങൾ സ്വീകരിക്കുന്ന ആ ദിവ്യകാരുണ്യം വെറും അപ്പകഷമായിട്ട് മാറുകയാണ്. സാത്താൻ നിങ്ങളുടെ ഉള്ളിലേക്ക് പ്രവേശിക്കുവാൻ ഇടയാവുകയാണ്. തലേ ദിവസവും മദ്യപിക്കും, ജഡിക പാപങ്ങൾ ചെയ്യും, പണം ബ്ലേഡിന് കൊടുക്കും, വൈദികരെ ചീത്ത വിളിക്കും, കുറ്റം പറയും, വിമർശിക്കും, ഇതൊക്കെ ചെയ്യും. പ്രഭാതത്തില് കുർബാനയ്ക്ക് മുൻപിൽ തന്നെ നിൽക്കുന്ന ചില വ്യക്തികള് ഒരു പ്രയാസമില്ല, വന്ന് കുർബാന സ്വീകരിക്കുക. വീണ്ടും വീണ്ടും പിശാചിന്റെ സ്വാധീനം ഇവരിലേക്ക് വർദ്ധിച്ചുകൊണ്ടിരിക്കും. ആഴമായ അനുതാപമില്ല, ദൈവസന്നിധിയിൽ പശ്ചാത്തപിക്കുന്നില്ല, പാപം ആവർത്തിച്ച് ചെയ്തുകൊണ്ട് വീണ്ടും വീണ്ടും ദിവ്യകാരുണ്യം സ്വീകരിച്ച് ആത്മനാശത്തിലേക്ക് അനേക മക്കൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. വലിയ നോയമ്പ് സമയത്ത് USA ഒരു ധ്യാനം നടക്കുന്ന അവസരത്തിൽ ഒരു വ്യക്തി, നല്ല വിദ്യാഭ്യാസമുള്ള വ്യക്തിയാണ്, നല്ല ഫാമിലി, അദ്ദേഹത്തിൻ്റെ പിതാവ് ഒരു കോളേജിൻ്റെ പ്രിൻസിപ്പളായിരുന്നു, നല്ല ഒരു വ്യക്തിയാണ് ഒറ്റ നോട്ടത്തിൽ. ആ വ്യക്തി എൻ്റെ അടുക്ക പ്രാർത്ഥിക്കാൻ വന്നു. അദ്ദേഹത്തിൻ്റെ റൈറ്റ് സൈഡിലെ ഇടുപ്പല്ലുകൾ തേഞ്ഞു പോകുന്നു. ഓപ്പറേഷൻ പറഞ്ഞിരിക്കുകയാണ്. ഇടുപ്പല്ല് തേഞ്ഞു പോകുന്ന ആ വ്യക്തി ആ ധ്യാന ദിവസങ്ങളിൽ താമസമുള്ള ധ്യാനമാണ്. ദൈവാത്മാവിന്റെ സ്പർശനമുണ്ടായി, നന്നായിട്ട് കുമ്പസാരിച്ചു. അതിനുശേഷം എന്നെ അടുക്ക പ്രാർത്ഥിക്കാൻ വന്നപ്പോൾ എന്നോട് ആ വ്യക്തി പറഞ്ഞതാണ്: ഞാൻ കുമ്പസാരിച്ചിട്ട് 30 വർഷമായി. വിവാഹത്തിന്റെ അന്ന് എന്റെ കുമ്പസാരം കള്ളക്കുമ്പസാരമായിരുന്നു. വിവാഹത്തിന്റെ ദിവസം കള്ളക്കുമ്പസാരം, അതിനു മുമ്പ് കള്ളക്കുമ്പസാരം നടത്തിയിട്ടാണ് വിവാഹ ദിവസം വിവാഹം കഴിച്ച് വിശ്വബാന സ്വീകരിച്ചത്.
അതിനുശേഷം വളരെ അപൂർവ സംഭവം കുമ്പസാരം. കുമ്പസാരിക്കാറേ ഇല്ല, വിശ്രമാനൊക്കെ സ്വീകരിക്കും, അങ്ങനെ ജീവിച്ചു. ഇപ്പം ഇടുപ്പലൊക്കെ തേഞ്ഞു, വല്ലാത്തൊരവസ്ഥയിലാണ്, നടക്കാൻ വയ്യ, ഓപ്പറേഷൻ പറഞ്ഞിരിക്കുകയാണ്. നല്ലതായിട്ട് കുമ്പസാരിച്ചൊരു ഞാൻ എടുക്കുന്നത്. ഞാൻ യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിച്ചു. ആ നിമിഷം തന്നെ കർത്താവ് ആ കാല് വലിച്ചു കിടന്ന മനുഷ്യൻ്റെ ഇടുപ്പല്ലുകളെ കർത്താവ് ശരിയാക്കുക. വലിച്ചു കുടഞ്ഞു, ഇരുന്നു, എണീറ്റു. ഞാൻ ഹാളിക്കൂടെ ഓടിപ്പിച്ചു. അപ്പോൾ തന്നെ ആ മനുഷ്യൻ സൗഖ്യം പ്രാപിച്ചു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. 1 കൊരിന്തോസ് 11 അധ്യായത്തിന്റെ 27 വചനം പറയുന്നു. 27 വചനങ്ങള്. തന്മൂലം ആരെങ്കിലും അയോഗ്യതയോടെ കർത്താവിന്റെ അപ്പം ഭക്ഷിച്ചാൽ, അവന്റെ പാത്രത്തിൽ നിന്ന് പാനം ചെയ്താൽ, അവൻ കർത്താവിന്റെ ശരീരത്തിനും രക്തത്തിനുമെതിരെ തെറ്റ് ചെയ്യുന്നു. ആരെങ്കിലും യോഗ്യതയില്ലാതെ കർത്താവിന്റെ തിരുശരീര രക്തങ്ങള് സ്വീകരിച്ചാൽ, ആ വ്യക്തി കർത്താവിന്റെ ശരീരത്തിനും രക്തത്തിനുമെതിരായിട്ട് തെറ്റ് ചെയ്യുന്നു. അതുകൊണ്ട് ആത്മശോധന ചെയ്തതിനു ശേഷം ഈ അപ്പം ഭക്ഷിക്കുകയും പാത്രത്തിൽ നിന്ന് പാനം ചെയ്യുകയും ചെയ്യട്ടെ. ഹല്ലേലൂയ. യേശുവിന്റെ ശരീര രക്തങ്ങള് വിശുദ്ധ കുർബാനയിൽ സ്വീകരിക്കാനായിട്ട് ഒരുങ്ങുന്ന വ്യക്തികൾ ഹൃദയം നന്നായിട്ടൊരുക്കണം. ഏതെങ്കിലും ഗൗരവമുള്ള പാപങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് കുമ്പസാരിച്ചൊരുങ്ങി അനുതപിച്ച് മാത്രമേ വിശുദ്ധ കുർബാന സ്വീകരിക്കുവാനായിട്ട് പാടുള്ളൂ. ഇല്ലെങ്കിൽ യൂദാസിന് പറ്റിയ അതേ അപകടം തന്നെ സംഭവിക്കും. സാത്താൻ അവരുടെ ഉള്ളിൽ പ്രവേശിച്ചു. തന്മൂലം അവർക്ക് സംഭവിച്ച അപകടത്തെക്കുറിച്ച് കൊരിന്തോസ് ലേഖനത്തിൽ അതിന്റെ ബാക്കി വചനങ്ങൾ പറയുന്നുണ്ട്. ആത്മശോധന ചെയ്തതിനു ശേഷം മാത്രമേ നിങ്ങൾ കർത്താവിന്റെ ശരീരരക്തങ്ങൾ ഭക്ഷിക്കാനായിട്ട് പാടുള്ളൂ. ഇല്ലെങ്കിൽ എന്ത് സംഭവിക്കും? നിങ്ങളിൽ പലരും, എന്തുകൊണ്ടെന്നാൽ ശരീരത്തെ വിവേചിച്ചറിയാതെ ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ചെയ്തവൻ തൻ്റെ തന്നെ ശിക്ഷാവിധിയാണ് ഭക്ഷിക്കുന്നതും പാനം ചെയ്യുന്നതും. എന്തുകൊണ്ടെന്നാൽ ശരീരത്തെ വിവേചിച്ചറിയാതെ ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ചെയ്തവൻ തൻ്റെ തന്നെ ശിക്ഷാവിധിയാണ് ഭക്ഷിക്കുന്നത് പാനം ചെയ്യുന്നത്. യോഗ്യതയില്ലാതെ വിശുദ്ധ കുർബാന സ്വീകരിക്കുന്ന വ്യക്തികൾ, ഞാൻ മുമ്പേ പറഞ്ഞുള്ള സൈസ് ആളുകള്, പണം പലിശ കൊടുക്കുന്നവര്, വ്യഭിചാരം ചെയ്യുന്നവര്, മദ്യപിക്കുന്നവര്, തോന്നിവാസം കാണിക്കുന്നവര്, എന്നിട്ട് കുമ്പസാരിക്കത്തില്ല, അനുതാപമില്ല, സകല മിളച്ച പ്രവൃത്തികളും ചെയ്യും, സഭയ്ക്കെതിരെ നിൽക്കും, വൈദികരെ അപമാനിക്കും, ഇതെല്ലാം ചെയ്യും. എന്നിട്ട് എല്ലാ ദിവസവും കുർബാനയിൽ വരും, മുൻപിൽ നിന്ന് വിശുദ്ധ കുർബാന സ്വീകരിക്കും. കുടുംബത്തിന്റെ മേൽ ശാപം മേടിച്ചു വെക്കുക. യൂദാസ് ചെയ്ത അതേ പരിപാടി തന്നെയാണ് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവരുടെ തന്നെ ശിക്ഷാവിധിയാണ് അവർ ഭക്ഷിക്കുന്നത്. പാനിച്ച് ശിക്ഷാവിധിയിലേക്ക് അവര് ഉൾപ്പെടുകയാണ്. ഒരു യോഗ്യതയില്ലാതെ വിശുദ്ധ കുർബാന സ്വീകരണത്തിന് നമ്മൾ ഒരുങ്ങരുത്. ശരിക്കും ഹൃദയമൊരുക്കി അനുതപിച്ച് നല്ല ഒരുക്കത്തിൽ വേണം ഓരോ ബലിയമർപ്പിക്കുവാനും ദിവ്യകാരുണ്യം സ്വീകരിക്കുവാനും. ഇതൊരു വിശ്വകുർബാന ഒരു ചടങ്ങല്ല, ഏറ്റവും വലിയ കൂദാശയാണ്. കൂദാശകളുടെ കൂദാശയാണ്. യേശുവിൻ്റെ സ്നേഹം മുഴുവൻ വെളിപ്പെടുന്നത് വിശ്വകുർബാനയില്ല. നമ്മുടെ കൂടെ വസിക്കാൻ വേണ്ടി യേശു ദിവ്യ കാരുണ്യ അപ്പമായിട്ട് മാറുകയാണ്. ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചവൻ, നമുക്ക് വേണ്ടി കുരിശിൽ മരിച്ചവൻ ഒരു അപ്പത്തിൻ്റെ ഉള്ളിലേക്ക് മറഞ്ഞിരുന്നു കൊണ്ട് നമ്മുടെ ഹൃദയത്തിലേക്ക് വരികയാണ് വിശ്വകുർബാനയിലൂടെ. ഒരു ആത്മീയ മനുഷ്യന്റെ ശക്തിയുടെ ഉറവിടം, ഒരു ആത്മീയ മനുഷ്യന്റെ ആത്മീയ വളർച്ചയുടെ ശക്തി എന്ന് പറയുന്നത് ദിവ്യ കാരുണ്യ ഈശോയും ദിവ്യ കാരുണ്യ ആരാധനയുമാണ്. ആരൊക്കെ വിശുദ്ധന്മാരായോ, ആരൊക്കെ വിശുദ്ധകളായിട്ടുണ്ടോ, അവരെല്ലാം ദിവ്യ കാരുണ്യത്തിന്റെ ആഴമായ ഭക്തിയുള്ളവരായിരുന്നു. ദിവ്യ കാരുണ്യത്തെ ജീവന് തുല്യം സ്നേഹിച്ചവരായിരുന്നു. മണിക്കൂറുകള് ദിവ്യ കാരുണ്യ സന്നിധിയിൽ കഴിഞ്ഞ വ്യക്തികളാ വിശുദ്ധന്മാരും വിശുദ്ധകളും ഒക്കെ ആയിട്ട് മാറിയിട്ടുള്ളത്. ഹല്ലേലൂയ. നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മൾ എത്രയോ നമ്മുടെ സമയങ്ങൾ വെറുതെ നഷ്ടപ്പെടുത്തി കളയുന്നു. അങ്ങനെ കളയരുത്. സമയമുണ്ടാക്കി തന്നെ ദിവ്യകാരുണ്യ ആരാധനയുള്ള
അങ്ങനെയുള്ള സ്ഥലത്ത് പോകണം, അല്ലെ നമ്മുടെ ദേവാലയത്തിൽ പോയിരുന്ന് കുറേ സമയമൊക്കെ ഒന്ന് പ്രാർത്ഥിക്കണം, അല്ലെ രാവിലെ വിശ്രമാനയ്ക്ക് പോയിട്ട് സമയമുണ്ടെങ്കിൽ ഇരുന്ന് ഒരു അരമണിക്കൂറോ 1 മണിക്കൂറോ ഒക്കെ ഈശോയ്ക്ക് ഇന്ന് പ്രാർത്ഥിച്ചിട്ടൊക്കെ വേണം നമ്മൾ പോകുവാനായിട്ട്. ദിവ്യകാരുണ്യ ഭക്തിയിൽ നമ്മൾ വളരണം. ദിവ്യകാരുണ്യത്തോടുള്ള വലിയ സ്നേഹം നമ്മിൽ ഉണ്ടാവട്ടെ. 30-ാമത്തെ വചനം പറയുന്നു, നിങ്ങളിൽ പലരും രോഗികളും ദുർബലരും ആയിരിക്കുന്നതിനും ചിലർ മരിച്ചു പോയതിനും കാരണം ഇതാണ്, നാം നമ്മെ തന്നെ ശരിയായി വിധിച്ചിരുന്നെങ്കിൽ നാം വിധിക്കപ്പെടുകയില്ലായിരുന്നു. നിങ്ങളിൽ പലരും രോഗികളായി തീർന്നു. കാരണം എന്താ? യോഗ്യതയില്ലാതെയുള്ള വിശ്രമാന സ്വീകരണം. ഒത്തിരി രോഗികളുണ്ട്, യോഗ്യതയില്ലാതെ വിശ്രമാന സ്വീകരിക്കും, പിന്നീട് ശരീരത്തിനും മനസ്സിനും എല്ലാം രോഗം ബാധിക്കുകയാണ്. കാരണം പിശാചിന്റെ പ്രവർത്തനം അവിടെ ഉണ്ടാവുകയാണ്. നിങ്ങളിൽ പലരും രോഗികളും ദുർബലർ, പാപത്തെ അതിജീവിക്കാൻ സാധിക്കുന്നില്ല, ജഡത്തിന്റെ ആസക്തിയെ നിയന്ത്രിക്കാൻ പറ്റുന്നില്ല, ആത്മീയ കാര്യം ചെയ്യാൻ സാധിക്കുന്നില്ല, ദുർബലരായിട്ട് മാറുകയാ. നിങ്ങളിൽ ചിലർ മരിച്ചു പോയതിന്റെ കാരണം ഇതാണ്, ആത്മാവിലുള്ള മരണം സംഭവിക്കുന്നു. യോഗ്യതയില്ലാതെ വിശ്രമാന സ്വീകരിക്കുമ്പോൾ ആത്മാവിന്റെ ജീവൻ, ദൈവിക ജീവൻ നമുക്ക് നഷ്ടമാവുകയാണ്. വിശുദ്ധ കുർബാന എന്ന് പറയുമ്പോൾ നമ്മുടെ ഹൃദയം ജ്വലിക്കുന്ന ഒരു തീഷ്ണത നമ്മുടെ ഉള്ളിൽ ജ്വലിക്കേണ്ടിയിരിക്കുന്നു. ദിവ്യകാരുണ്യത്തിന്റെ ഒത്തിരിയേറെ അത്ഭുതങ്ങള് ലോകത്തില് നടന്നിട്ടുണ്ട്. ദിവ്യകാരുണ്യത്തിന്റെ വലിയ അത്ഭുതങ്ങള്, അപ്പം, ആശീർവദിക്കപ്പെട്ട അപ്പം മാംസമായിട്ട് മാറുന്ന അനുഭവം, വീഞ്ഞ് രക്തമായിട്ട് മാറുന്ന അനുഭവം. കത്തോലിക്ക സഭ അംഗീകരിച്ച ആദ്യത്തെ ദിവ്യകാരുണ്യ അത്ഭുതം ഞാൻ പങ്കുവയ്ക്കുക. ഇറ്റലിയിലെ ലാഞ്ചാനോ, ഞാൻ അവിടെ പോയിട്ടുണ്ട്. ഞാൻ ഈ അത്ഭുതം നേരിട്ട് കണ്ട വ്യക്തിയാണ്. ലാഞ്ചാനോ ദേവാലയത്തിൽ ഒരു സന്യാസ വൈദികൻ ബലിയർപ്പിക്കുക 1300 വർഷം മുൻപ്. 1300 വർഷം മുമ്പ് ആ ബലിയർപ്പണ സമയത്ത് ആ വൈദികന്റെ ഹൃദയത്തിന്റെ ഉള്ളില് വലിയ ഒരു സംശയം, ഈ ഗോതമ്പപ്പം എങ്ങനെ യേശുവിന്റെ ശരീരമാകും, ഈ വീഞ്ഞെങ്ങനെ രക്തമായിട്ട് മാറും? സംശയിച്ചാണ് ബലിയർപ്പിക്കുന്നത്. പ്രധാനപ്പെട്ട കുദാശവചനങ്ങള് ആവർത്തിച്ച് ആ പ്രാർത്ഥന കഴിഞ്ഞപ്പോൾ ഒരത്ഭുതം നടക്കുകയാ. പീലാസായിക്കാത്തിരുന്ന ഗോതമ്പപ്പം ഒരു കഷ്ണം മാംസമായിട്ട് മാറുകയാണ്, രൂപാന്തരപ്പെടുകയാണ്. വീഞ്ഞ് രക്തമായിട്ട് മാറി. 1970 1983 ഈ മാംസരക്തങ്ങള് വൈദ്യശാസ്ത്രത്തിന് പരിശോധിക്കുവാനായിട്ട്, പരീക്ഷണം നടത്തുവാനായിട്ട് കത്തോലിക്ക സഭ വിട്ടുകൊടുക്കുകയാണ്. ഇറ്റലിയിലെ പ്രമുഖ ശരീര ശാസ്ത്ര വിദഗ്ധന്മാരായ പ്രൊഫസർ റൂഗോ റോബർട്ട്, പ്രൊഫസർ ഒഡോർഡോ ലിനോളി, 2 ശരീരശാസ്ത്ര വിദഗ്ധന്മാര് ഈ മാംസരക്തങ്ങൾ അതിവിദഗ്ധമായ ശാസ്ത്രീയ പരീക്ഷണങ്ങൾക്ക് വിധേയമാക്കി. ആ മാംസകഷണം ഒരു മനുഷ്യന്റെ ഇടതേ ഹൃദയ പേശികളോടുകൂടിയ, വെൻട്രിക്കിൾ ഉൾപ്പെടെ പേശികളോടുകൂടിയ ഒരു തുണ്ട് മാംസമാണ്, ഒരു കഷ്ണം മാംസമാണെന്ന് ഡോക്ടർമാരെ സർട്ടിഫൈ ചെയ്യാം. നീ ആ മാംസത്തിന്റെ മുറിച്ചെടുത്ത് അവർ പരിശോധിച്ച ആ മാംസ കഷണത്തിന്റെ ഉള്ളിൽ ജീവനുള്ള രക്താണുക്കൾ, AB പോസിറ്റീവ് ഗ്രൂപ്പ് രക്തത്തിന്റെ ഭാഗം. ആ രക്തം പരിശോധിച്ചു. ഒരു മനുഷ്യന്റെ രക്തം പരിശോധിച്ചാൽ എന്തൊക്കെയുണ്ടോ അതെല്ലാം ഈ രക്തത്തിലുണ്ട്. ജീവനുള്ള രക്തം, AB പോസിറ്റീവ് ഗ്രൂപ്പ് രക്തമാണിത്. ഈ രക്തത്തിന്റെ ആകെ തൂക്കം എന്ന് പറയുന്നത് 15.4 മില്ലിഗ്രാം തൂക്കം. മില്ലിഗ്രാം 15.4 മില്ലിഗ്രാം തൂക്കമേ ഈ രക്തത്തിനുള്ളൂ. ഈ രക്തം 5 രക്തഗോളങ്ങളായിട്ട്, ചെറിയ രക്തഗോളങ്ങളായിട്ട് കട്ടപിടിച്ചിരിക്കുകയാണ്. പരിശോധനയിൽ അത് യഥാർത്ഥ മനുഷ്യ രക്തമാണെന്ന് വൈദ്യശാസ്ത്രം തെളിയിക്കുന്നത്. ഇനി വലിയൊരു അത്ഭുതം കൂടി അവിടെ സംഭവിക്കുകയാണ്. ഈ രക്തത്തിന്റെ ആകെ തൂക്കം 15.4 മില്ലിഗ്രാം. പക്ഷേ ഓരോ രക്തഗോളങ്ങളും എടുത്ത് അതിൻ്റെ തൂക്കം നോക്കുമ്പോൾ ഓരോ രക്തഗോളവും 15.4 മില്ലിഗ്രാം.
ഓരോന്നും 15.4 മില്ലിഗ്രാം, ഒന്നിച്ചു വെച്ചാലും 15.4 മില്ലിഗ്രാം. ആധുനിക സയൻസിനോ വൈദ്യശാസ്ത്രത്തിനോ ഉത്തരം കൊടുക്കാനാവാത്തവണ്ണം അത്ഭുതമായിട്ട് ലാഞ്ചാനോ ദേവാലയത്തിൽ ഈ മാംസരക്തങ്ങൾ സൂക്ഷിക്കപ്പെട്ടിരിക്കുകയാണ്. ഒരേ സമയം ഒരുപോലെ മാംസമായി രക്തമായിട്ട് മാറി അപ്പവും വീഞ്ഞും. അത് ആദ്യത്തെ അത്ഭുതമാണ്. പിന്നീട് അനേക സ്ഥലങ്ങളിൽ രക്തം വീഞ്ഞ് രക്തമായി മാറിയിട്ടുണ്ട്, അപ്പം മാംസമാണ്. അതോ തനിയെ അത്ഭുതം. പക്ഷെ ഒന്നിച്ച് ഒരുപോലെ നടന്ന ഏറ്റവും വലിയ അത്ഭുതം കത്തോലിക്ക സഭ അംഗീകരിച്ച ആദ്യത്തെ ദിവ്യകാരുണ്യ അത്ഭുതമാണ്. ഹല്ലേലൂയ. നമ്മൾ തിരിച്ചറിയണം, ഞാനും നിങ്ങളും സ്വീകരിക്കുന്ന ആ ദിവ്യകാരുണ്യത്തിൽ നമ്മുടെ നാവിലേക്ക് തരുന്ന ആ ഗോതമ്പപ്പത്തിന്റെ ഉള്ളിൽ ഉയർത്തെഴുന്നേറ്റ യേശു ക്രിസ്തുവിന്റെ പൂർണ്ണ സാന്നിധ്യമുണ്ട്. നമ്മുടെ ജീവന്റെ ആത്മാവിന്റെ ശരീരത്തിന്റെ ഭാഗമായിട്ട് മാറുവാൻ വേണ്ടി അവൻ അപ്പത്തിലേക്ക് വരികയാ, അവൻ അപ്പമായിട്ട് മാറുകയാ. ഹല്ലേലൂയ. ദിവ്യകാരുണ്യം സ്വീകരിക്കുന്ന നമ്മുടെ ജീവിതം എപ്പോഴാ ദിവ്യകാരുണ്യം, വിശുദ്ധ കുർബാന അല്ലെ ദിവ്യ ബലി പൂർത്തിയാകുന്നത്? ദിവ്യ ബലി എപ്പോഴാ പൂർത്തി? ബലി എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താ? തകർക്കപ്പെടുക, സ്വയം ഇല്ലാതായി തീരുക, ശൂന്യവൽക്കരിക്കപ്പെടുക. അതാണ് ബലി എന്ന് പറയുന്നത്. സ്വയം മറ്റുള്ളവർക്ക് വേണ്ടി ഇല്ലാതായി തീരുന്ന അനുഭവമാണ് ബലി ജീവിതം എന്ന് പറയുന്നത്. യേശു ബലിയായിട്ട് തീർന്നു. യേശു ബലിയായിട്ട് തീർന്നു. ഞാനും നിങ്ങളും വിശുദ്ധ കുർബാന സ്വീകരിക്കുന്നുണ്ട്. ഒത്തിരി ആളുകൾ എല്ലാ ദിവസവും കുർബാനയ്ക്ക് പോകുന്നുണ്ട്, ഈശോയെ സ്വീകരിക്കുന്നുണ്ട്. ഈശോയെ സ്വീകരിക്കുന്ന നീ നിന്റെ കുടുംബത്തിൽ ബലിയായിട്ട് തീരുന്നുണ്ടോ? എല്ലാ ദിവസവും ബലിയർപ്പിക്കുന്നതിന്റെ സ്വഭാവത്തിന് ഈശോയുടെ സ്വഭാവമായിട്ട് എന്തെങ്കിലും സാമ്യമുണ്ടോ? നീ മറ്റൊരു യേശുവായിട്ട് മാറേണ്ട വ്യക്തിയാ. പൗലോസ് പറയുന്നു, ഞാനല്ല എന്നിൽ ക്രിസ്തു ജീവിക്കുന്നു, ഞാനല്ല എന്നിൽ ക്രിസ്തു ജീവിക്കുന്നു. നിരന്തരമായിട്ട് ദിവ്യകാരുണ്യം സ്വീകരിക്കുന്ന ഞാൻ മറ്റൊരു ക്രിസ്തുവായിട്ട് രൂപാന്തരപ്പെട്ടുകൊണ്ടിരിക്കുക. അങ്ങനെ ആവണം, ഞാൻ മറ്റൊരു ക്രിസ്തുവാവണം. ക്രിസ്തുവിന്റെ അതേ സ്വഭാവത്തിലേക്ക് നമ്മൾ മാറേണ്ടവരാ. യേശുവിൻ്റെ ഏറ്റവും വലിയ സ്നേഹത്തിൻ്റെ കുദാശയാണ് വിശുദ്ധ കുർബാന. ഏറ്റവും വലിയ കുദാശ. ഈ വിശുദ്ധ കുർബാന കഴിഞ്ഞ ബാക്കി എല്ലാ കുദാശകളുമുള്ളൂ, എല്ലാ പ്രാർത്ഥനകളുമുള്ളൂ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ സ്തുതി. ദിവ്യ ബലി അർപ്പിക്കുന്ന നമ്മൾ നമ്മുടെ കുടുംബത്തിൽ ഒരു ഭർത്താവ് ഭാര്യയ്ക്ക് കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ബലിയായി തീരണം. ഭാര്യ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി, ഭർത്താവിന് വേണ്ടി, കുടുംബത്തിന് വേണ്ടി ബലിയായി തീരണം. ഈ ഒരു ബലി ജീവിതമാണ് യഥാർത്ഥത്തിൽ വിശുദ്ധ കുർബാന എന്ന് പറയുന്നത്. ദിവ്യകാരുണ്യം സ്വീകരിക്കുന്ന ഞാൻ ബലിപീഠത്തിൽ വൈദികൻ വാഴ്ത്തുന്ന തിരുവോസ്തി ഒടിക്കുന്നുണ്ട്. ഒടിക്കുമ്പോൾ, മുറിക്കപ്പെടുമ്പോൾ നൊമ്പരമുണ്ടാവും, വേദനയുണ്ടാവും. നമ്മുടെയൊക്കെ ജീവിതത്തില് സഹനങ്ങളുണ്ട്, സഹനങ്ങളും നൊമ്പരങ്ങളും വേദനകളുമുണ്ട്. ഈ വേദനക്കുള്ളിൽ നിന്നുകൊണ്ട് ബലിയായി കുടുംബത്തിനു വേണ്ടി, സഭയ്ക്ക് വേണ്ടി ബലിയായി തീരേണ്ടവരാ നമ്മൾ ഓരോരുത്തരും. സ്വയം മുറിക്കപ്പെടുന്ന, ബലിയായിത്തീരുന്ന, തകർക്കപ്പെടുന്ന ജീവിതമാണ് വിശുദ്ധ കുർബാന എന്ന് പറയുന്നത്. ഗെത്സമൻ തോട്ടത്തിൽ രക്തം വിയർത്തു പ്രാർത്ഥിക്കുക യേശു. ഗെത്സമനിൽ രക്തം വിയർക്കുമ്പോൾ ആരും കൂടെ ഉണ്ടാവത്തില്ല. ഗെത്സമനിയിൽ രക്തം വിയർക്കുമ്പോൾ ആരും കൂടെ ഉണ്ടാവത്തില്ല. ഇത് ജീവിതാനുഭവം. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഗെത്സമൻ അനുഭവം. എല്ലാവരും വിട്ട് നമ്മളെ പോകുമ്പോൾ, എല്ലാവരും കല്ലെറിയുമ്പോൾ, എല്ലാവരും നമ്മളെ പഴി പറയുമ്പോൾ, നമ്മൾ ചെയ്ത നന്മകൾ ആരും ഓർക്കാതിരിക്കുമ്പോൾ, എല്ലാവരും നമ്മളെ പരിഹസിക്കുമ്പോൾ, ഒറ്റപ്പെടുത്തുമ്പോൾ, ഗെത്സമനിയിൽ നീ ഒറ്റയ്ക്കേ കാണത്തുള്ളൂ, വേറെ ആരും കാണത്തില്ല. നീ രക്തം വിയർക്കുന്നതും നീ ചങ്കുപൊട്ടി കരയുന്നതും കാണുവാനായിട്ട് നിന്റെ കൂടെയുള്ളവരാരും കാണത്തില്ല. പക്ഷേ നിന്റെ ഉള്ളിൽ വസിക്കുന്ന ദിവ്യക്കാരുടെ ഈശോ മാത്രം അപ്പോഴും കൂടെ ഉണ്ടായിരിക്കും.
ഗെത്സമനിയിൽ രക്തം ചിന്തി, പിന്നീട് പിടിക്കപ്പെട്ടു. ക്രൂരമായ പീഡാസഹനത്തിലൂടെ യേശു കടന്നു പോകുക. ശരീരമൊക്കെ അടിച്ചു മുറിച്ചു, ചമ്മട്ടിയടിയേറ്റു, ശിരസിൽ മുൾമുടി തറച്ചു, പീഡനങ്ങൾ, താടിരോമങ്ങൾ വലിച്ചു പറിച്ചു, മുഖം മുടിക്കെട്ടി ഇടിച്ചു, തൊപ്പി അടിച്ചു. ക്രൂരമായ ഒരു പീഡയിലൂടെ യേശു കടന്നു പോകുക. തകർക്കപ്പെടുന്ന ഒരു ജീവിതം. ഗെത്സമനിയിൽ തുടങ്ങിയ ആ പീഡനം ഗാഗുൽത്തായിൽ എത്തിച്ചേരുവോളം അവൻ ക്രൂരമായിട്ട് പീഡിപ്പിക്കപ്പെട്ടു. കുരിശിൽ കിടന്നുകൊണ്ട് അവൻ ബലിയായിട്ട് തീരാൻ പോകുക. ആ കുരിശിൽ ഏറ്റുവാങ്ങിയ സഹനങ്ങളും പരിഹാസങ്ങളും അവഹേളനങ്ങളും ഏറ്റുകൊണ്ട് ആ കുരിശിൽ കിടക്കുകയാ. അതിനു മുൻപിതാ തന്റെ പ്രിയ ശിഷ്യന്മാരോടൊപ്പം വിശുദ്ധ കുർബാന സ്ഥാപിച്ച് അപ്പം വാഴ്ത്തി അവർക്ക് കൊടുത്തു, രക്തം കൊടുത്തു. എന്നിട്ട് പറയും, ഇതെന്റെ ശരീരമാണ്, വാങ്ങി ഭക്ഷിക്കുക. ഇതെന്റെ രക്തമാണ്, വാങ്ങി കുടിക്കുക. ഇത് പുതിയ നിയമത്തിലെ എന്റെ രക്തത്തിന്റെ ഉടമ്പടിയാണ്. ഹല്ലേലൂയ. പെസഹ വ്യാഴാഴ്ച വിശുദ്ധ കുർബാന സ്വീകരിച്ച യേശു അവിടെ അപ്പം രക്തമൊക്കെ അവർക്ക് കൊടുക്കുകയാ. ആ ബലിയുടെ പൂർത്തീകരണം കാൽവരിയിൽ അവസാനിക്കുമ്പോൾ അവൻ തകർക്കപ്പെട്ടു, അവൻ മുറിവേൽപ്പിക്കപ്പെട്ടു, അവൻ പീഡിപ്പിക്കപ്പെട്ടു, അവൻ എല്ലാവരും പരിഹാസനായി മാറി. കൂടെ നിന്നവരൊക്കെ ഓടിയകന്നു, ആരുമില്ലാതെ പോയി. അപ്പോൾ കുരിശിന്റെ ചുവട്ടിൽ അമ്മയുണ്ടായിരുന്നു, ദിവ്യകാരുണ്യത്തിന്റെ അമ്മ. ദിവ്യകാരുണ്യത്തിന്റെ അമ്മ ആ കുരിശിന്റെ ചുവട്ടിൽ ഉണ്ടായിരുന്നു. വിശുദ്ധനായ ജോൺ പോൾ പറയുന്നു, ആദ്യത്തെ സക്രാരിയാണ് പരിശുദ്ധ മറിയം. ആദ്യത്തെ സക്രാരിയാണ് പരിശുദ്ധ മറിയം. വചനമായ ദൈവം പിറന്ന മറിയത്തിന്റെ ഉദരം ആദ്യത്തെ സക്രാരിയ. ദിവ്യകാരുണ്യത്തിന്റെ അമ്മയാണവൾ. ആ അമ്മ ആ കുരിശിന്റെ ചുവട്ടിൽ ഉണ്ടായിരുന്നു. കുരിശിൽ തറക്കപ്പെടുമ്പോഴും ഗെത്സമനിയിലായിരിക്കുമ്പോഴും ആരും കൂടെ ഉണ്ടാവില്ല എന്നുള്ളത് തിരിച്ചറിയണം. ഗെത്സമനിയിൽ രക്തം ചിന്താനും കരയാനും വേർക്കാനും നീ മാത്രമേ കാണത്തുള്ളൂ. കുരിശിലേറ്റപ്പെടുമ്പോൾ നിന്റെ അടുത്ത് ദിവ്യകാരുണ്യത്തിന്റെ അമ്മയുണ്ടായിരിക്കും. ഹല്ലേലൂയ. ഒരു നാളും നീ അനാഥനല്ല, ഒരു നാളും നീ അന്യനല്ല, ഒരു നാളും നീ അനാഥനല്ല.